നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഗാബയിലെ 3-ാം ടെസ്റ്റ് അവസാനിച്ചതിന് പിന്നാലെ രവി അശ്വിൻ്റെ വിരമിക്കൽ വാർത്തയാണ് നമ്മൾ കേട്ടത്. എല്ലാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും അദ്ദേഹം ഒരുമിച്ച് അങ്ങ് വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു. സോ അന്താരാഷ്ട്ര ക്രിക്കറ്റ് അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. തീർച്ചയായിട്ടും 2024 എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലൊരു വിരമിക്കൽ വർഷമാണ്. രോഹിത് T20I നിന്ന് വിരമിക്കുന്നത് നമ്മൾ കണ്ടു. ആ T20I വേൾഡ് കപ്പ് നേടിയതിനു പിന്നാലെ കോഹ്ലി T20I വേൾഡ് കപ്പിന് പിന്നാലെ T20I മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ജഡേജയും ആ ടൂർണമെൻറ്റിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ചു. പക്ഷെ അത് ഒരു ഫോർമാറ്റിൽ നിന്ന് മാത്രമാണ്. ധവാൻ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് ഈ വർഷമാണ്. കാർത്തിക് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് തന്നെ എല്ലാ തരത്തിലുള്ള ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അശ്വിൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടു. സോ 2024 തീർച്ചയായിട്ടും ഒരു റിട്ടയർമെൻറ്റ് ഇയറാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ. 2024 ഹാസ് ബീൻ എ റിട്ടയർമെൻറ്റ് ഇയർ ഫോർ ഇന്ത്യൻ പ്ലെയേഴ്സ്. സോ ഇനിയുള്ള ചോദ്യം അടുത്ത ഊഴം ആരുടേത്? ഏതായാലും രോഹിത്തും കോഹ്ലിയും ഒക്കെയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ സീനിയർ താരങ്ങൾ. ഓൾറെഡി അവർ T20I നിന്ന് വിരമിച്ച് കഴിഞ്ഞു. പലരും ഓസീസ് പര്യടനം കഴിയുന്നതോടുകൂടി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അവർ വിരമിച്ചേക്കുമെന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള സാധ്യത നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല. ഇനി അങ്ങനെയാണെങ്കിൽ പോലും അവർ പൂർണ്ണമായിട്ടും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് ഈ സീരീസോടുകൂടി വിരമിക്കും എന്ന് കരുതാനും വയ്യ. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫി നടക്കുമെന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെയെങ്കിൽ ഏകദിന ക്രിക്കറ്റ് കളിക്കാൻ അവരെന്തായാലും ഉണ്ടാകും. സോ ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നടക്കേണ്ടത്. അതിൻ്റെ ഷെഡ്യൂൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ ഈ ലെജൻഡുമാരും പിൻവാങ്ങുന്നത് നമുക്ക് കാണേണ്ടി വരും. ഏതായാലും ഈ വർഷം നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു വിരമിക്കൽ വർഷമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.